നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അകത്തേക്ക് വെക്കോ, ഞാൻ ഇവരെയും കൊണ്ടേ അങ്ങോട്ട് വരാം. ആ ശരി, വേഗം വേണം കേട്ടോ. എനിക്ക് ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞു പഠിപ്പിക്കാനുണ്ട്. ആ അമ്മേ, നിഖിലേ ഇറങ്ങി വാ ഇങ്ങോട്ട്. ഞാൻ അമ്മയും നിഖിലിനെ കൊണ്ടുവരുമ്പോ സ്വീകരിക്കാൻ കാത്തു നിൽക്കുമായിരുന്നോ മോള്? സത്യം പറയാലോ, ഇതുപോലെ ഒരു വളിച്ച് ചുളിച്ച് ചളിച്ച ഒരു മുഖം ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. എന്റെ അമ്മയും സഹോദരനെയും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും വേണ്ടി മണ്ടിയും നിലവാരവും ഇല്ലാത്തവളുമാണ് ഞാനെന്ന് നീ കരുതിയോ? ഇത്രയും നേരം നീ മുള്ളിൽ ചവിട്ടിയായിരിക്കും നിന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അനുഭവിച്ച ടെൻഷൻ എത്രത്തോളം ഉണ്ടായിരിക്കുമെന്നും എനിക്കറിയാം. എന്തെല്ലാം വഴികൾ നീ തല പുകച്ച് ആലോചിച്ച് കാണും. അവരിവിടെ വന്ന അവരെ തുരത്താനുള്ള 1000 മാർഗങ്ങൾ നീ ഇപ്പം മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. എന്താ ശരിയല്ലേ? നീ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഞാൻ മാനത്തൊന്നുമല്ല, അതിനും അപ്പുറം അങ്ങ് ശൂന്യാകാശത്ത് പോയി ചിന്തിക്കും. ഇപ്പൊ അതാണ് എന്റെ ഒരു രീതി. വർഷങ്ങളോളം നിനക്ക് 4 നേരം വെച്ച് വിളമ്പി തന്ന ആ പാവം അമ്മയെ തെരുവിലേക്ക് ഇറക്കി വിടാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? നിന്റെ അമ്മ തന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം നീ കഴിച്ചത് എന്റെ കയ്യിൽ നിന്നല്ലേ? ആ നന്ദി നീ നന്നായി തന്നെ കാണിച്ചു. പക്ഷെ അവരെ അങ്ങനെ തെരുവിലേക്ക് ഇറക്കി വിടാനോ ഏതെങ്കിലും അമ്പലത്തിന്റെ സത്രത്തിൽ കിടത്താനോ എനിക്കാവില്ലല്ലോ. കൂടുതൽ സേഫായ ഒരിടത്തേക്ക്, സുഭിക്ഷമായ മറ്റൊരിടത്തേക്ക് ഞാൻ അവരെ മാറ്റി. എവിടെ, എങ്ങോട്ട് നീ അവരെ കൊണ്ടുപോയേ? അത് ഞാൻ നിനക്ക് പറഞ്ഞു തരണം അല്ലേ? എവിടെയെന്ന് ചോദിച്ചാൽ ഉടനെ ഞാൻ പറഞ്ഞു തരുമെന്ന് ചിന്തിക്കാനും വേണ്ടി ബുദ്ധിയില്ലാത്തവളായോ നീ? ഇനി അവരെ കണ്ടുപിടിച്ച് അടങ്ങൂന്നുള്ള വാശിയാണെങ്കിൽ നീ കണ്ടുപിടിക്കും. ഒന്ന് ശ്രമിച്ചു നോക്ക്, നീ വിജയിക്കോ ഇല്ലയോ എന്നറിയാലോ. ഇനി യുദ്ധം നമ്മൾ തമ്മിലാ, നമുക്കിടയിൽ മാത്രം. ഓർത്തോ? ഇവള് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ആ നിർമ്മലയുടെ വീട്ടിലേക്കായിരിക്കും പോകുന്നത്. ഇത്തവണ എന്തായാലും ഇവളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ആൽത്തറമുട്ടിൽ
ആ നിന്നെ വിളിക്കുന്നതിനെ കുറിച്ച് ഞാനിപ്പോ ആലോചിച്ചതുള്ളൂ. ഗൗതം ഡ്രൈവിംഗിലാണെന്ന് തോന്നുന്നല്ലോ. എവിടെ പോവാം? ആ അതവിടെ നിൽക്കട്ടെ. റോഡിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. നീ ഇത് എവിടെ പോവാ? അമ്മയും നിഖിലും നിന്ന നിൽപ്പിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ ഗൗതം. അത്യാവശ്യം ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവർക്ക് കുറച്ച് ഡ്രസ്സും ബെഡ്ഷീറ്റും കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാന്ന് കരുതി. ഞാൻ അതിന് നിർമ്മലാൻറ്റിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവോ. പക്ഷെ നീ കുറച്ച് ലേറ്റ് ആയി പോയി നിധി. ലേറ്റ് ആയി പോയോ? അതെന്താ അങ്ങനെ പറഞ്ഞു? വേറൊന്നുമല്ല, നിന്റെ അതേ ചിന്ത എനിക്ക് കുറച്ച് നേരത്തെ തോന്നിപ്പോയി. എന്നുവെച്ചാ ആന്റിയും നിഖിലിനെയും കൂട്ടിക്കൊണ്ട് പോയി അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോ അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സത്യമാണോ ഗൗതം പറഞ്ഞത്? അതേന്നേ. എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, നിന്നെ വിളിക്കാൻ ഞാൻ തുടങ്ങുമായിരുന്നു. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എപ്പോ എത്തും? ഞാനേ എത്താറായി. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ഗൗതം വന്നിട്ട് ഒരുമിച്ച് പോവാം. ഓക്കെ, നീ അവിടെ വെയിറ്റ് ചെയ്യ്. ഞാൻ ഇപ്പൊ അങ്ങെത്താം. ഓക്കെ, ശരി എന്നാ. ഇതാരുടെ വീടായിരിക്കും? ഒരുപക്ഷെ നിർമ്മല തന്നെ ആയിരിക്കുമോ ഇവിടെ താമസിക്കുന്നത്? ഗൗതമിന്റെ കാറാണല്ലോ. ഗൗതമു ഇവിടേക്കാണല്ലോ വന്നത്. ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി ഇവിടെ എന്താ പരിപാടി?